കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണു സുധിയുടെ ക്യാൻസർ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒടുവിൽ എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോൾ രേണു തന്നെ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ടും രംഗത്ത് വന്നു. എനിക്ക് ക്യാൻസർ ആണെന്നും 15 വയസ്സ് മുതൽ താനിത് അനുഭവിക്കുകയാണെന്നും താൻ ആരോടും പറയാതിരുന്നതാണ് ഈ ഒരു കാര്യമെന്നാണ് രേണു അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ അതേസമയം തന്നെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൻ്റെ പേരിൽ പലരും വിമർശിക്കുന്നുണ്ട്. എന്തിനാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്? ഇങ്ങനെ ഒരു രോഗമുണ്ടായിട്ടും പല രീതിയിൽ ആളുകൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലത്തെ സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അന്തസ്സില്ലാതെയാണ് ജീവിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ വന്നതോടുകൂടിയാണ് രേണു ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ചികിത്സയ്ക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പൈസ ആവശ്യമാണ്, അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ പോയത്. സബ്സ്ക്രിപ്ഷൻ്റെയൊക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ഒരുപാട് വട്ടം ആലോചിച്ചു ഇതൊക്കെ വീട്ടുകാരോട് പറയണമോ എന്ന്. പക്ഷേ അധികകാലം ഇത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. തന്നെ ഏറെ വേദനിപ്പിച്ചത് ഇത്രയുമൊക്കെ അറിഞ്ഞിട്ടും എല്ലാ വാർത്തകളിലും തൻ്റെ ഈ കാര്യങ്ങൾ വന്നിട്ടും കിച്ചു എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാത്രമല്ല കിച്ചു എന്നെ ഒരു ഫോൺ ചെയ്ത് പോലും ഈ ഒരു രോഗവിവരത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നതാണ്. തന്നെ അത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. താനിപ്പോൾ കീമോ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്ന് അറിയിച്ചുകൊണ്ടാണ് താൻ കീമോ ആരംഭിച്ച കാര്യം ഇപ്പോൾ രേണു വെളിപ്പെടുത്തിയിരിക്കുന്നത്.